നമസ്കാരം. അമേരിക്കയ്ക്കെതിരെ ബ്രിട്ടന്റെ മിസൈൽ. ഫ്രാൻസും ബ്രിട്ടനും ട്രംപിനെതിരെ. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നീക്കത്തിൽ പങ്കാളികളാകാതെ ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സമാധാനപരമായ മറ്റൊരു സഖ്യത്തിന് ഒരുങ്ങുന്നു. നാറ്റോ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കി ബ്രിട്ടന്റെ പുതിയ തീരുമാനം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തുന്ന ട്രംപിന്റെ പുതിയ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉറച്ച ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ പിന്തുണയ്ക്കാനാകില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തുന്ന ട്രംപിന്റെ പുതിയ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ബ്രിട്ടന്റെ തീരുമാനം നാറ്റോ സഖ്യത്തിനുള്ളിലെ വിള്ളലുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ യാത്ര പൂർണ്ണമായിട്ടും തടയാനാണ് അമേരിക്കയുടെ തീരുമാനം. പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടത്തിയ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പ്രകോപനപരമായ ഈ നടപടിയിലേക്ക് ട്രംപ് നീങ്ങി തുടങ്ങുന്നത്. അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള എണ്ണക്കളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഹോർമൂസ് തടയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിന്റെ ഉപരോധത്തെ അനുകൂലിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഡൗണിംഗ് സ്ട്രീറ്റ് കടൽ വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് അവർ അറിയിച്ചു. ഇറാൻ ഏർപ്പെടുത്തിയതായി പറയുന്ന അനധികൃത ടോൾ പിരിവിനെ എതിർക്കുമ്പോഴും അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നീക്കത്തിൽ പങ്കാളികളാകാൻ ബ്രിട്ടൻ തയ്യാറല്ല എന്നാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സമാധാനപരമായിട്ടുള്ള മറ്റൊരു സഖ്യത്തിനാണ് ഇപ്പോൾ കെയർ സ്റ്റാർമർ ശ്രമിക്കുന്നത്. ബ്രിട്ടന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. കെയർ സ്റ്റാർമറെ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നെവിൽ ചേംബർലൈനോട് ഉപമിച്ച ട്രംപ് ബ്രിട്ടന്റെ നടപടി ഭീരുത്വമാണ് എന്ന് പരിഹസിച്ചു. ബ്രിട്ടൻ മൈൻ സ്വീപ്പറുകൾ അയക്കുമെന്ന് താൻ കരുതിയെന്നും എന്നാൽ അവർ സഖ്യകക്ഷികളെ വഞ്ചിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ആരോപണം അത്തരത്തിൽ നീളുകയാണ്. പക്ഷെ അതിനൊന്നും കാതുകൊടുക്കാതെ കെയർ സ്റ്റാർമർ മുന്നോട്ട് തന്നെയാണ്. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ 13-ന്, അതായത് ഇന്ന് രാവിലെ 10 മണി മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയും. മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ ഉപരോധം ബാധിക്കില്ല എന്ന് വ്യക്തമാക്കിയെങ്കിലും ഇറാനിയൻ തീരങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന നടത്താനാണ് അമേരിക്കൻ നാവികസേനയുടെ തീരുമാനം. ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന കർക്കശമായിട്ടുള്ള നിലപാടെടുത്തതിന്റെ അതിനുശേഷമാണ് ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമായത്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതാണ്. എന്നാൽ അമേരിക്കയുടെ അമിതമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ചർച്ചകൾ വഴിമുട്ടിച്ചതെന്ന് ഇറാൻ പ്രതിനിധി മുഹമ്മദ് ബാഖർ കാലിബാഫ് തിരിച്ചടിക്കുകയും ചെയ്തു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ്. അതിനിടെ ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് സൈന്യം സജ്ജമാണ് എന്ന് IDF മേധാവി ഇയാൽ സമീർ വ്യക്തമാക്കുകയും ചെയ്തു. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 100 കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇതുവഴി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദ് എന്നിവരുമായിട്ട് കെയർ സ്റ്റാർമർ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നേതാക്കൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ആഗോളതലത്തിൽ ഇന്ധന വില വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിട്ടനിലെ ജീവിത ചെലവ് ക്രമാതീതമായി ഉയരുവാൻ ഇത് കാരണമാവുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളോട് സഹകരിക്കാതെ നയതന്ത്രപരമായിട്ടുള്ള പരിഹാരത്തിനാണ് കെയർ സ്റ്റാർമർ സർക്കാർ ശ്രമിക്കുന്നത്. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കെയാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം. ആണവ വിഷയത്തിൽ ഇറാൻ കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകാതെ ഒത്തുതീർപ്പിനില്ല എന്നാണ് വാഷിംഗ്ടന്റെ നിലപാടും. എന്നാൽ സിവിൽ ആണവ പദ്ധതികൾക്ക് തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഇറാൻ വാദിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40ഓളം രാജ്യങ്ങളുടെ വെർച്വൽ യോഗമാണ് ഈ ആഴ്ച നടക്കുന്നത്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുവാനുള്ള അവസാന ശ്രമമായിരിക്കും ഇത്. എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കുന്നതിനായിട്ട് അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കുവാനാണ് ബ്രിട്ടന്റെ നീക്കം. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ നാറ്റോ സഖ്യത്തിനുള്ളിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ സമാധാനത്തിനായി ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏപ്രിൽ 13-ന് ആരംഭിക്കുന്ന ഉപരോധം മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം നോക്കിക്കാണുന്നത്. അമേരിക്കയ്ക്കെതിരെയുള്ള ബ്രിട്ടന്റെ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഫ്രാൻസും ബ്രിട്ടനും ചേർന്നുകൊണ്ട് ഏകദേശം 40ഓളം രാജ്യങ്ങൾ ഒരുമിച്ചുകൊണ്ട് ട്രംപിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്നു.